Hi, so welcome back to Nanda's Crazy Universe. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ 9th ആനുവൽ എക്സാമിൻ്റെ മാർക്ക് റിവീൽ ചെയ്യുന്ന വീഡിയോ ആണ്. ഞങ്ങളുടെ മാർക്ക് എങ്ങനെ ഇടുന്നത് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷും മാത്സും സോഷ്യലും ഈ 3 സബ്ജക്ട്സ് ആണ് 80-80യിലുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെയാണ്. 80 മാർക്കുള്ള സബ്ജക്റ്റിൽ 20 മാർക്ക് കൂട്ടി ഗ്രേസ് മാർക്ക് 20 അപ്പോൾ 20 കൂട്ടിയിട്ടാണ് 100ൽ വെച്ചിട്ടാണ് അവർ മാർക്ക് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഫൈനൽ എക്സാമിന് തരിക. അപ്പോൾ 40 മാർക്കുള്ളതൊക്കെ 50ലും 80 മാർക്കുള്ളതൊക്കെ 100ലും ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. പറയാം, മാർക്സ് ഓരോന്ന് പറയാം. ഒരു പേപ്പറിൽ അതൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ട് അധികം A+കളൊന്നും ഇല്ല, കാരണം ആനുവൽ എക്സാം ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിക്ക് കുറേ നമുക്ക് പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല മാർക്കുകളൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ A+ ഉള്ള പറയാം, പിന്നെ ഞാൻ A ഉള്ള പറയാം കേട്ടോ. മലയാളം ഫസ്റ്റിൽ 50ൽ 48 ആണ് A+ ഉണ്ട്. അതിൽ സോഷ്യൽ സയൻസ് ആണ് 97 ആണ് A+ ആണ്. IT ആണ്, അതായത് നമ്മളെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്, അതിന് 44 ആണ് A ആണ്. പിന്നെ ഫിസിക്സ് ആണ്, അതിനും 44 ആണ് A ആണ്. ബയോളജി 43 A ആണ്. കെമിസ്ട്രി 42 A ആണ്. ഹിന്ദി 42. മലയാളം സെക്കൻഡ് 43 A ആണ്. ഇംഗ്ലീഷിൽ 100ലാണ് ഗൈസ്, പക്ഷെ എനിക്കാകെ 80 ഉള്ളൂ. മാത്സിൽ 80ൽ 77. മാത്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്ക് നമ്മുടെ ഈ സബ്ജക്ട്സിലൊക്കെ ഏറ്റവും ടഫ് എന്ന് പറയുന്നത് മാത്സ് ആണ്. അതുകൊണ്ടാണ് അതിൽ മാത്രമാണ് എനിക്ക് B+, ബാക്കിയുള്ളതൊക്കെയും 2 A+ഉം ബാക്കി Aയും, പിന്നെ മാത്സിൽ മാത്രം B+ ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 80 മാർക്കുള്ളൂ. ഫസ്റ്റ് മാർക്ക് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മളോട് ലെറ്റർ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു നോട്ടീസാണ് വിചാരിച്ചു. ഞാൻ നോട്ടീസിൻ്റെ ഫോമാറ്റൊക്കെ അതേപോലെ കറക്റ്റാക്കി എഴുതി നോട്ടീസാണ് എഴുതിയത്. എനിക്ക് എക്സാം എഴുതി കഴിയുന്ന വരെ മനസ്സിലായിട്ടില്ല അത് ലെറ്റർ ആണ് എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞു നോട്ടീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോട്ടീസോ, എവിടെ നോട്ടീസ് ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് അത് ലെറ്റർ ആയിരുന്നു. ഞാൻ മാറി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഗൈസ് ഞാനത് അങ്ങനെ തെറ്റിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഒരു മാർക്ക് പോലും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റർ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടാണ് എഴുതുന്നത്. നോട്ടീസ് അറിയുമ്പോൾ നമ്മൾ എല്ലാവർക്കും എഴുതുമ്പം ആ ഒരു ഡിഫറൻസസ് ഒക്കെ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് മാർക്ക് പറയാൻ കാരണമായത്. പിന്നെ എനിക്ക് മാത്സിൽ ഇത്രയും മാർക്ക് കിട്ടിയത് തന്നെ എന്തോ ഭയങ്കര സംഭവമാണ്. 100ൽ 77 ഒക്കെ കിട്ടുന്നത്. കാരണം എനിക്ക് മാത്സ് ഭയങ്കര ടഫുള്ള സബ്ജക്റ്റാണ്. എനിക്ക് അതിലധികം മാർക്ക് കിട്ടാറന്നല്ല. ഞങ്ങൾക്ക് മാത്സിന് ഒരു സാറുണ്ട്, ജിതേഷ് സർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പം പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മാത്സിൽ കുറച്ചെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ മാർക്ക് അയച്ച് തന്നിട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. അച്ഛൻ ചോദിച്ചതാണ്, ആനുവൽ എക്സാമിൻ്റെ മാർക്ക് അച്ഛൻ അങ്ങോട്ട് ചോദിച്ചാണ്. അപ്പോൾ സാറ് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഏറ്റവും സാഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 മാർക്കിനൊക്കെയാണ് A+ പോയത്. എനിക്ക് ITയിലും ഫിസിക്സിലും 44 ആണ്. അത് 45 ആണെങ്കിൽ 1 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്കത് A+ ആയിനായി. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ മാർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.